ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നടുറോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അനാവശ്യമായിട്ട് ബ്ലോക്ക് സൃഷ്ടിക്കണം. കുട്ടികളെ കൊണ്ടുപോകണില്ല, വിദ്യാർത്ഥികളെ എവിടെയെങ്കിലും നിർത്തിയിട്ട് അനാവശ്യമായിട്ട് ബ്ലോക്ക് സൃഷ്ടിക്കുക. ഒരുപാട് പരാതിപ്പെട്ടു. ബസ് ഓണേഴ്സും ആർടിഒയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഈ നാട്ടുകാർക്കുള്ളത്. ആദ്യത്തെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് അവര് കംപ്ലൈന്റ് എഴുതി പോയി, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതേ ബസ്സുകൾ തന്നെ പിന്നെയും നിർത്താതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. എം വി ഡി അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവങ്ങാടിയിലുള്ള ജനങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ദിവസവും ഇവിടെ ഉണ്ടാകും. അത് ഞങ്ങൾ ബസ് ഇവിടെ നിർത്താതെ പോകുന്ന പക്ഷം ഞങ്ങൾ ഇവിടെ തടഞ്ഞിടും. അതിനുള്ള പരിഹാരങ്ങൾ കാണേണ്ടത് എം വി ഡി അവരാണ്. നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. തിരൂരങ്ങാടിയിൽ വിദ്യാർത്ഥികളെ കയറ്റാൻ മടിച്ച സ്വകാര്യ ബസ്സുകൾ. സ്കൂൾ വിടുന്ന സമയം കുട്ടികളെ കണ്ടാൽ ബസ് സ്റ്റോപ്പിൽ പോലും നിർത്താതെയാണ് ചില സ്വകാര്യ ബസ്സുകൾ പോകുന്നത്. ഇതോടെ വിദ്യാർത്ഥികൾ വീട്ടിലെത്താനും വൈകുകയാണ്. സ്വകാര്യ ബസ്സുകളുടെ പ്രവൃത്തി തിരൂരങ്ങാടിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ ഏറെ ദുരിതത്തിലാഴ്ത്തുകയാണ്. അതേസമയം ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് സുഗമവും സൗകര്യപ്രദവുമായ ബസ് യാത്ര ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. യാത്രാ കൺസെഷന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും ഉണ്ടാകരുത്. വിദ്യാർത്ഥികളുടെ യാത്രാവകാശം നിഷേധിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തിരൂരങ്ങാടി യത്തീംഖാന സ്കൂൾ, PSMO കോളേജ് തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തിരൂരങ്ങാടിയിൽ ഉള്ളത്. വൈകുന്നേരം സമയത്ത് കുട്ടികൾക്ക് വീടുകളിലെത്താൻ സ്വകാര്യ ബസ്സുകളാണ് ഏക ആശ്രയം. എന്നാൽ സ്കൂൾ വിടുന്ന സമയത്ത് ചില ബസ്സുകൾ കുട്ടികളെ കയറ്റുമെങ്കിലും ചില ബസ്സുകൾ സ്റ്റോപ്പിൽ പോലും നിർത്താതെയാണ് പോകുന്നത്. ഇതോടെ നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടു. ഇന്നലെ വിദ്യാർത്ഥികളെ കയറ്റാതെ പോയ സ്വകാര്യ ബസ് നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. എന്നാൽ ബസ് നിർത്താതെ മുന്നോട്ടെടുക്കാനാണ് ഡ്രൈവർ ശ്രമിച്ചത്. ഇതോടെ രംഗം വഷളായി. നാട്ടുകാരും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമായി. ഇത് കണ്ടില്ലേ, വിദ്യാർത്ഥികൾക്ക് ഡോർ വരെയും തുറന്നു കൊടുക്കണം. കഴിഞ്ഞ 18-ാം തീയതി സ്കൂൾ വിടുന്ന സമയത്ത് തിരൂരങ്ങാടി വഴി പോകുന്ന ചില ബസ്സുകൾ സൂചനാ ബോർഡുകൾ മാറ്റിവെച്ച് ഓടുന്നത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പ്രയാസകരമായിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി, കോട്ടക്കൽ പരപ്പനങ്ങാടി എന്ന ബോർഡുകൾ തിരൂരങ്ങാടി എത്തുന്നതിന് തൊട്ടു മുൻപ് മാറ്റിവെക്കുകയാണ് ഇവർ ചെയ്യുന്നത്.
ഇതിലൂടെ പരപ്പനങ്ങാടി ഭാഗത്തേക്കുള്ള കുട്ടികൾ വീടുകളിൽ എത്തുന്നത് വളരെ വൈകിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് UA റസാഖ മലപ്പുറം RTOയ്ക്കും മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനും കൊടുത്ത പരാതിയിൽ കാര്യമായ നടപടി എടുത്തിരുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ഇതാണ് വീണ്ടും തിരൂരങ്ങാടിയിൽ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താതെ പോകാൻ പ്രചോദനമാകുന്നത്. ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നടുറോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അനാവശ്യമായിട്ട് ബ്ലോക്ക് സൃഷ്ടിക്കണം. കുട്ടികളെ കൊണ്ടുപോകണില്ല, വിദ്യാർത്ഥികളെ എവിടെയെങ്കിലും നിർത്തിയിട്ട് അനാവശ്യമായിട്ട് ബ്ലോക്ക് സൃഷ്ടിക്കുക. ഒരുപാട് പരാതിപ്പെട്ടു. ബസ് ഓണേഴ്സും RTOയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഈ നാട്ടുകാർക്കുള്ളത്. ബസ്സുകൾ ചമ്മാട് ബോർഡ് വെച്ച് ഒരുപാട് ബസ്സുകൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതിന് പുറമെ കുട്ടികളെ കയറ്റാതെ പോകുന്ന സ്ഥിരമായിട്ട് പോകുന്ന ഇതുപോലെ ചില ബസ്സുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരെ ശക്തമായി അതിനെ എതിർക്കും. അതിന് ഏത് മുതലാളി ആയാലും. തിരൂരങ്ങാടിയുടെ പല ഭാഗത്തും ഇത്തരത്തിൽ സ്കൂൾ സമയങ്ങളിൽ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്നത് പതിവാണ്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിൽ പരാതിപ്പെട്ടാൽ കാര്യമായ നടപടി എടുക്കാറില്ല. പലപ്പോഴും ഉദ്യോഗസ്ഥർ പരാതി കൊടുത്ത ഉടനെ ബസ് ഉടമകളെ വിളിച്ച് ഒത്തുതീർപ്പാക്കലാണ് പതിവെന്നും പരാതിയുണ്ട്. ആദ്യത്തെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് അവർ കംപ്ലൈന്റ് എഴുതി പോയി, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതേ ബസ്സുകൾ തന്നെ പിന്നെയും നിർത്താതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ MVD അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുരങ്ങാടിയിലുള്ള ജനങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ദിവസവും ഇവിടെ ഉണ്ടാകും. അത് ഞങ്ങൾ ബസ് ഇവിടെ നിർത്താതെ പോകുന്ന പക്ഷം ഞങ്ങൾ ഇവിടെ തടഞ്ഞിടും. അതിനുള്ള പരിഹാരങ്ങൾ കാണേണ്ടത് MVD അവരാണ്. പോലീസിന്റെ കയ്യിൽ നിന്നുള്ള സഹായം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. MVDന്റെ കയ്യിൽ നിന്നുള്ള സഹായം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിനായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നാട്ടുകാരായി. അതേസമയം ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് സുഗമവും സൗകര്യപ്രദവുമായ ബസ് യാത്ര ഉറപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ VR വിനോദ് പറഞ്ഞു. യാത്രാ കൺസെഷന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും ഉണ്ടാകരുത്. വിദ്യാർത്ഥികളുടെ യാത്രാവകാശം നിഷേധിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന ജില്ലാതല സ്റ്റുഡന്റ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളോടുള്ള ബസ് ജീവനക്കാരുടെ സമീപനത്തിൽ മാറ്റം ആവശ്യമാണെന്ന് ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ യോഗത്തിൽ പറഞ്ഞു. ഡ്രൈവർമാർ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനു ശേഷവും ബസ് ഓടിക്കുന്നുണ്ടോ എന്ന കാര്യം കണ്ടെത്താൻ പരിശോധന നടത്തും. ബസ് ജീവനക്കാർക്കെതിരെ വിദ്യാർത്ഥികൾ നൽകുന്ന പരാതികൾ ഗൗരവമായി കാണുകയും അത്തരം പരാതികളിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ജില്ലയിൽ പാരലൽ സർവീസ് നടത്തുന്ന ഓട്ടോ ടാക്സി വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി യോഗത്തിൽ അറിയിച്ചു. ബസ് സ്റ്റാൻഡുകളിൽ കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥികളെ ബസ് പുറപ്പെടുന്നതിന് ശേഷം കയറ്റുക, ക്യൂ നിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ അനുവദനീയമല്ലെന്ന് RTO CVM ഷെരീഫ് യോഗത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന ജീവനക്കാരുടെ പേരിൽ പരാതി കിട്ടിയാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സ്വകാര്യ പാരലൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവിനായി പാസുകൾ അനുവദിക്കുന്നതിന് അതത് താലൂക്കിലെ ജോയിന്റ് RTO, ബസ് ഉടമകൾ, സംഘടനാ ഭാരവാഹികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, കോളേജ് പ്രതിനിധികൾ എന്നിവരുൾപ്പെടുന്ന കമ്മിറ്റി എല്ലാ ബുധനാഴ്ചയും യോഗം ചേരും. അംഗീകാരമുള്ള കോഴ്സുകൾക്കും സ്ഥാപനങ്ങൾക്കും യാത്രാ പാസ് അനുവദിക്കും. ഞായറാഴ്ച അടക്കമുള്ള അവധി ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അന്നും കൺസെഷൻ അർഹതയുണ്ട്. എന്നാൽ ട്യൂഷൻ സെന്ററുകളിലേക്കുള്ള യാത്രയ്ക്ക് കൺസെഷൻ പാസ് അനുവദിക്കില്ലെന്നും RTO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.